ഓം നമഃശിവായ. ഞങ്ങളെല്ലാം സംബന്ധിച്ച് ഇന്ന് വളരെ വിശേഷപ്പെട്ട, വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണെന്ന് തന്നെ പറയാം. കാരണം അമ്മയോടൊത്തുള്ള അയോധ്യ യാത്രയാണ് അതിൻ്റെ കാരണം. ആശ്രമ അന്തേവാസികൾ മിക്കവാറും എല്ലാവരും തന്നെ അമ്മയോടൊപ്പമുള്ള ഈ യാത്രയിൽ പങ്കുചേരുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യമെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ ആബാലവൃദ്ധം ജനങ്ങൾ, ആശ്രമ അന്തേവാസികൾ അമ്മയോടൊപ്പമുള്ള ഈ ട്രെയിനിൽ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ധാരാളം ഭക്തജനങ്ങൾ അല്ലാതെയും അവിടെ എത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എനിക്ക് തോന്നുന്നത്, രാവണവധത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വീണ്ടെടുത്ത ശേഷം തൻ്റെ പ്രിയപ്പെട്ട വാനരന്മാരുമായിട്ടാണ് യാത്ര തുടർന്നത്. അവരെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് അയോധ്യയിൽ പുഷ്പക വിമാനത്തിലാണ് കൊണ്ടുപോയത്. അതിനെ അനുസ്മരിപ്പിക്കുന്ന അമ്മയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും ആനന്ദം നൽകാൻ വേണ്ടി, ഇതൊരു സാധാരണ ഉല്ലാസയാത്രയല്ല, ഇതൊരു ആത്മീയ യാത്രയാണ്. ഈ സമയം അത്രയും നമ്മൾ അമ്മയെ മാത്രം സ്മരിച്ചുകൊണ്ട്, മറ്റൊരു ചിന്തകളുമില്ലാതെ അമ്മയുടെ നാമം ഉച്ചരിച്ചുകൊണ്ടും അമ്മയെ സ്മരിച്ചുകൊണ്ടും സത്സംഗങ്ങൾ ശ്രവിച്ചുകൊണ്ടും ഭജനകൾ പാടിക്കൊണ്ടും അർച്ചന ചെയ്തുകൊണ്ടുമൊക്കെയുള്ള ഒരു യാത്ര, ഇതൊരു ആത്മീയ യാത്രയാണ്. എല്ലാവരുടെ ഹൃദയത്തിലും ഈശ്വരീയ ചിന്ത ഉണർത്താൻ ഉതകുന്ന ഒരു യാത്രയാണ്. എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഇതൊരു സ്വപ്നമാണോ എന്ന് പോലും ചിലപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി. കാരണം അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്നും ഞങ്ങളെപ്പോലുള്ളവരോട് അമ്മ യാത്ര ചെയ്യുമെന്നും ഒരു വിശ്വസിക്കാൻ അങ്ങോട്ടൊരു പ്രയാസം വരുന്നു. ഒരുപാട് യാത്രകൾ അമ്മയോടൊപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇതൊരു പ്രധാനപ്പെട്ട, ഒരു വിശേഷപ്പെട്ട യാത്രയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം സന്തോഷമുണ്ട്. അത്രമാത്രം എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ. നമഃശിവായ.